ഇപ്പൊ എനിക്ക് സമയമുണ്ട്. ഇപ്പൊ ഞാൻ ഇനി പശുവിനെ കറങ്ങേണ്ട കാര്യം നോക്കിയാൽ മതി. രാവിലെ 10 മണിയാകുമ്പോൾ തന്നെ എല്ലാ പരിപാടിയും തീരും. മുട്ടയും കൊടുക്കും, ആട്ടുംപാൽ കൊടുക്കും, പശുമ്പാൽ കൊടുക്കും, തൈര് കൊടുക്കും, നെയ്യ് കൊടുക്കും, ആട്ടുംകാട്ടം കൊടുക്കും, ചാണകം കൊടുക്കും. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് മൂവാറ്റുപുഴ തൃക്കളത്തൂരുള്ള വിജയമ്മ ചേച്ചിയുടെ ഫാം വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ 1.5 വർഷത്തിന് ശേഷം നമ്മളിപ്പോൾ വിജയമ്മ ചേച്ചിയുടെ ഫാമിലാണ്. അപ്പോൾ വിജയമ്മ ചേച്ചിയുടെ ഫാമിൽ ലാഭമുണ്ടാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എടപ്പറമ്പ് ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോവി. സാധാരണ നമ്മുടെ വീഡിയോസിലൊക്കെ കമൻ്റായി വരാനുള്ള പശു ഫാം നഷ്ടത്തിലാണ്, ഈ ക്ഷീരമേഖല തകർച്ചയിലാണ്, ഇപ്പോൾ കാണുന്ന ഫാമൊക്കെ പിന്നീട് പൂട്ടിപ്പോവും എന്നൊക്കെയാണ്. എന്നാൽ നമ്മുടെ പശു ഫാമിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയാൽ പശു ഫാം ലാഭത്തിലെത്തിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കഴിഞ്ഞ 1.5 വർഷത്തിന് ശേഷം വിജയമ്മ ചേച്ചിയുടെ ഫാമിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ എന്തൊക്കെ വരുത്തിയെന്നാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ ക്ഷീരകർഷകർക്കും ഉപകാരപ്രദമാവും. അപ്പൊ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പൊ ഈ 1.5 വർഷം മുമ്പ് ചേച്ചിക്ക് ഇവിടെ എത്ര പശുക്കളുണ്ടായിരുന്നു? എനിക്ക് 10 പശു ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം എത്ര പശു വരെ എത്തി? ഇപ്പൊ ഞാൻ പശുക്കളെ കൊടുത്തു. കറവ കുറഞ്ഞപ്പോ പിന്നെ എനിക്ക് പ്രസവിച്ച പശുക്കളെ ഞാൻ 1-2 വാങ്ങിച്ചു. ഓക്കെ, അന്നത്തേതിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പശുവിനെ വാങ്ങിച്ചു? പാലിപ്പോ എനിക്ക് മേടിക്കേണ്ടി വന്നില്ല. വെച്ചാൽ പാലിന് കൊഴുപ്പില്ലാത്ത പാലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ TMR കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാലിന് കൊഴുപ്പായി. അപ്പൊ ആ പാല് കൊണ്ട് ഞാൻ ഇത് മാനേജ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ ഈ പശു വളർത്തലിലൂടെയാണ് ചേച്ചി വരുമാനം കണ്ടെത്തുന്നത് അല്ലേ? അതെ, വരുമാനം. ഞാൻ വേറെ ഒരു ജോലിക്ക് പോകുന്നില്ല, പശു വളർത്തൽ മാത്രമാണ് എന്റെ ഇത്. അന്ന് കുട്ടികളെ വളർത്തിയെടുക്കുക, കുട്ടികളെ വളർത്തിയിട്ട് അതൊക്കെ കുട്ടികളാ. ഇതൊക്കെ കുട്ടികളായിരുന്നു. ഓക്കെ, ഈ 12 പശുവിന് പിന്നീട് ഈ 6 പശുക്കളിലേക്ക് വന്നത് എങ്ങനെയാ? അത് ഞാൻ ചെന പിടിക്കാതെ ഇരുന്നപ്പോ പാലും കുറഞ്ഞു, ചെന പിടിക്കാതെ ഇരുന്നു. അപ്പൊ പശുക്കളെ കൊടുത്തു. അപ്പൊ അന്ന് കുറച്ച് എന്താ പറയാ, പാൽപ്പാലം കുറച്ച് കുറവായിരുന്നു. ഇടക്കറവൊക്കെ കാര്യങ്ങൾ ചേച്ചി പാലുണ്ട്. TMR കൊടുത്ത പിന്നെ പാലുണ്ട്. അതായത് പാലുൽപാദനമുള്ള പശുക്കളെ ഇവിടെ മാത്രം നിർത്തുന്നു. അതാണ് ഇവിടെ മാറ്റം ചെയ്യുന്നത്. അല്ലെങ്കിൽ പാല് കുറഞ്ഞ പശുക്കളെ നിർത്തി കഴിയുമ്പോൾ നമുക്ക് നഷ്ടമായിരിക്കും. പിന്നെ വെറുതെ തീറ്റ കൊടുക്കണ്ടേ? TMR കൊടുക്കുവായിരുന്നെങ്കിൽ എനിക്കത് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ആ പശുക്കളെ കുത്തി വെച്ചാൽ ചെന പിടിക്കായിരുന്നു. ചെന പിടിക്കുമ്പോ നമുക്ക് പിന്നെ പ്രസവിച്ച് കിട്ടില്ലേ. പിന്നെ ചേച്ചിയുടെ പശുത്വത്തിൽ ചെനയും പിടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഇടയ്ക്ക് ഒരു പശു ചത്തുപോയി. ഒരു പശു ചത്തുപോയി. നല്ല കറവയുള്ള പശുവായിരുന്നു. 15 ലിറ്റർ പാൽ ഇറങ്ങിട്ട് പശു പാമ്പ് കടിച്ച് ചത്തുപോയി. പറമ്പിൽ കൊണ്ട് കെട്ടിട്ടായിരുന്നു. അതൊരു വലിയൊരു നഷ്ടമായിപ്പോയി. പിന്നെ എന്താ പറയാ, വിഷമായി. പിന്നെ ഇത് വേണ്ട, ഇനി ഇത് നിർത്തി കളയാം. പിള്ളേരും പറഞ്ഞു നിർത്തി കളയാൻ, ഇനി വേണ്ടാന്ന് വിചാരിച്ച. പിന്നെ ഞാൻ ഇപ്പൊ അധ്വാനം കുറവുണ്ട്, നമുക്ക് സമയമുണ്ട്. അത് പറഞ്ഞുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനുള്ള സമയം ഉള്ളതുകൊണ്ട് ഇതിപ്പോ എനിക്ക് സന്തോഷം കൊണ്ട് ഇപ്പൊ ഇത് മുൻപോട്ട് കൊണ്ടുപോവാം. അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ഇതായിരുന്നു, സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിന് പശു വളർത്തലിന് കിട്ടിയ വരുമാനം കൊണ്ടാണ് ചേച്ചി ഇത്രയും ആയതല്ലേ ചെയ്തത്. പിന്നെ ഈ ഇങ്ങോട്ടുള്ള ഷീറ്റ് മേഞ്ഞു. അന്നെന്ന് പറയുമ്പോ ഈ ഷീറ്റ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങോട്ടൊക്കെ പടത വലിച്ചു കെട്ടിയേക്ക് പറഞ്ഞു. ഇവിടെ ഇതുപോലത്തെ ആ പടത വലിച്ചു കെട്ടിയേക്ക് പറഞ്ഞു. ഇനി അങ്ങോട്ടും കൂടി കൂട്ടി എടുത്ത് പണിയണമെന്നുണ്ട്. കുറച്ച് പശുക്കളും കൂടെ മേടിക്കണമെന്നുണ്ട്. അങ്ങനെ മുൻപോട്ട് പോകണമെന്ന് ഇച്ചിരി ആഗ്രഹമുണ്ട്. അപ്പൊ 1.5 വർഷം മുമ്പ് ചേച്ചി പറഞ്ഞു ഞാൻ പശു വളർത്തലിലൂടെ കിട്ടിയ വരുമാനം കൊണ്ട് സ്ഥലം വാങ്ങിച്ചിരുന്നു. അപ്പൊ അതെന്ത് ചെയ്തു? ഇപ്പൊ ഞാൻ പശുവിനെ വളർത്തി, ഞാൻ ലോൺ എടുത്തായിരുന്നു പശുവിനെ മേടിച്ചത്. പശുവിനെ മേടിച്ചപ്പോ ലോൺ അടഞ്ഞു തീർന്നു. ഇപ്പൊ എനിക്ക് ബാങ്കിൽ നിന്ന് ഇനി ലോൺ തരാന്ന് പറഞ്ഞ എല്ലാ മിക്ക ബാങ്കുകാരും വിളിക്കണ്ടേ. 2-3 ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു, ഒക്കെ തീർന്നു. ഓക്കെ, അതെ. ഈ പശു വളർത്തലിലൂടെ കിട്ടിയ ചെറിയ വരുമാനം കൊണ്ടാണ് ചേച്ചി ലോൺ കറക്റ്റ് ആയിട്ട് ലോൺ അടച്ചു. അന്ന് ആദ്യം വന്നപ്പോ ചേച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലോൺ എങ്ങനെ അടയ്ക്കുമെന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ നിന്ന് ഈ ഒരു പശു വളർത്തുന്ന കിട്ടിയ വരുമാനം കൊണ്ടാണ് ചേച്ചി ലോൺ അടച്ച് എല്ലാ കാര്യങ്ങളും, വീട്ടിലെ കാര്യങ്ങളും വരെ ചെയ്തത്. പിന്നെ അതിനുശേഷം സ്ഥലം വാങ്ങിച്ചു. പിന്നെ ഇപ്പൊ ഒരു പെര പണിയണമെന്നുണ്ട്. വലിയ പെരയല്ല, ചെറിയ പെരയായാലും ഒരു പണിയണമെന്നുണ്ട്. അതിലിപ്പൊ ഞാനൊരു ലോൺ എടുക്കാന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ പശുവിൽ നിന്ന് മാത്രം ഞാൻ വിശ്വസിച്ചാണ് ഞാനൊരു ലോൺ എടുക്കാൻ വിചാരിച്ചാണ്. ഓക്കെ, അന്ന് ചേച്ചി പറഞ്ഞു എനിക്ക് ഈ പശു ഉള്ളത് എനിക്കൊരു ഐശ്വര്യമായിരുന്നു. നല്ല. പിന്നെ നമ്മള് പശുവിനെ വളർത്തുമ്പോ കുറെ ജോലിക്കാരെ വെക്കുക, കുറെ ആവശ്യമില്ലാതെ കാശുകൾ വാരിക്കൊരി അങ്ങനെ ഇങ്ങനെ ചെലവാക്കുക. നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ വരുമാനം അനുസരിച്ച് നമ്മള് മുൻപോട്ട് പോവാം. ഓക്കെ, അതല്ലേ കാശുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എല്ലാം പോയിക്കൊണ്ടിരിക്കും. ഇത്രയും പശുക്കളെയും ഇത്രയും ആടുകളെയും ഞാൻ തന്നെയാണ് സംരക്ഷിക്കുന്നത്. കറവയും തീറ്റ കൊടുക്കലും പുല്ലുവെട്ടലും എല്ലാ കാര്യവും ഞാൻ തന്നെയാ. അന്നും ഒറ്റയ്ക്കാണ് ചെയ്തത്. അതെ, അന്നും ഒറ്റയ്ക്കായിരുന്നു. ഇന്നും ഞാൻ ഒറ്റയ്ക്കാ ചെയ്യണേ. വെളുപ്പിനെ എണിക്കാൻ തോന്നും. എത്ര തണുപ്പാണെങ്കിലും നമ്മൾ രാവിലെ എണിച്ച്
തൊഴുത്തിൽ വന്ന് ഇപ്പൊ ഒരു ഭാഗ്യമുണ്ട്, രാവിലെ തണുപ്പാണെങ്കിലും പശുവിനെ കുളിപ്പിച്ചിട്ട് കറക്കണ്ട. ഓക്കെ ഓക്കെ. അതിന് ചാണകം വാരി കഴിഞ്ഞ് അകിട് കഴുകി കുളിപ്പിച്ചാൽ മതി, അകിട് കഴുകി പശുവിനെ കറന്നാൽ മതി. ഓക്കെ ഓക്കെ. അതൊരു വളരെ ഒരു സമയലാഭ. അപ്പൊ ഞാൻ പറയട്ടെ, ആദ്യം ഈ ഒരു ഷെഡ് പണിതു, പിന്നെ രണ്ടാമത് ഇത് പണിതു. ഇത് എങ്ങനെയാണ് ചേച്ചിക്ക് പൈസ സൊസൈറ്റിന്നാണ് എങ്ങനെയാ എന്റെ കാര്യം? ഞാനിത് ലോൺ എടുത്ത് പണിതാണ്. ലോൺ എനിക്ക് സബ്സിഡി ആയിട്ടുള്ള ലോൺ കിട്ടി. അത് കൊടുത്ത് കഴിച്ചു, അത് അടച്ചു തീർത്തു. ഇതിപ്പം ഇതെന്തിനാ ഇവിടെ കെട്ടിയേക്കുന്നേ? അത് ഒരു തൊഴുത്ത് പോലെ കെട്ടണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു തൊഴുത്ത് പോലെ ഞാൻ തന്നെ പണിതാത്. അത് അങ്ങനെയൊക്കെ ഇരിക്കണേ. അതെ, വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ചേച്ചി തന്നെയാണ് തൊഴുത്ത് പണിയത്. അപ്പറയുണ്ട്, ആടിന്റെ കൂടെ ഉണ്ട്, അതും തന്നെയാണ് പണിതത്. ഞാൻ മെക്കാട് പണിക്ക് പോയിക്കൊണ്ടിരുന്ന, അതുകൊണ്ട് ഇപ്പൊ ചിരിച്ച അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കണേ. നല്ല ഭംഗിയൊന്നുമില്ല. അന്ന് ചേച്ചിനെ കാണുമ്പോൾ മുഖത്ത് ഭയങ്കര ടെൻഷനായിരുന്നു, എന്റെ ജോലി തീർന്നില്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്ക് സമയമുണ്ട്. ഇപ്പൊ ഞാൻ ഇനി പശുവിനെ കറങ്ങേണ്ട ആരും നോക്കിയാൽ മതി. രാവിലെ 10 മണിയാകുമ്പോ തന്നെ എല്ലാ പരിപാടിയും തീരും. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് പശുവിനെ കറക്കാനുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് പശുവിനെ കറന്നു കഴിഞ്ഞിട്ട് പിന്നെ തീറ്റയും വെള്ളം കൊടുത്ത് പിന്നെ ഫ്രീയാ. അന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര മുഖത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. ഇനി അടുത്ത് എന്താ ചെയ്യണം, അടുത്ത പശുക്കൾക്ക് എന്താ സംഭവിക്കുക, അങ്ങനെയൊക്കെ ഒരു ടെൻഷനായിരുന്നു. ഇപ്പൊ ചേച്ചിക്ക് അതില്ല. ഇപ്പൊ ഞാൻ പശുക്കളെ കറക്കണം, ആടുകളെ 3 ആടുകളെ കറന്ന് പാല് കൊണ്ടുപോകണം, പശുക്കളെ കറന്ന് പാല് കൊണ്ടുപോകണം, കുപ്പിയിലാക്കി എല്ലാം ഞാൻ തന്നെയാണ്. എനിക്ക് അതിലിപ്പോ സന്തോഷമുള്ളൂ. എനിക്ക് ഒരു മടുപ്പില്ല. എത്ര വീടുകൾ ഇപ്പൊ കൊടുക്കുന്നുണ്ട്? ഇപ്പൊ ഞാൻ 29 ലിറ്റർ പാല് കൊടുക്കുന്നുണ്ട് 2 നേരം കൂടെ വീടുകളില്. 1 ലിറ്റർ ആയിട്ടും 1/2 ലിറ്റർ ആയിട്ടും 1 ഗ്ലാസ് ആയിട്ടും. അതിന്റെ കൂടെ കുറച്ച് കോഴികളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, ഇവിടെ തീറ്റയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതെന്താണ് നമുക്ക് കാണാം കേട്ടോ. അന്ന് നമ്മള് പെല്ലറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ പൊടിത്തവിട് കൊടുക്കുന്നുണ്ടായിരുന്നു, അല്ലെ? കടലക്കൊപ്പര കൊടുക്കണ്ടായിരുന്നു. പിന്നെ പുല്ല് വെട്ടി അവശതയാവും. അന്ന് ഭയങ്കരമായിട്ട് പുല്ല് വെട്ടി ക്ഷീണിച്ചായിരുന്നു ഇരുന്നത്. പക്ഷെ ഇന്ന് ആ ഒരു ടെൻഷൻ മുഖത്തില്ല, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ചേച്ചിയുടെ മുഖത്തുള്ളത്. എന്നുവെച്ചാൽ നമുക്ക് സാമ്പത്തികമാണ് നമ്മുടെ ഏറ്റവും ടെൻഷൻ. നമുക്ക് സാമ്പത്തികം ഒരുവിധം വലിയതില്ലെങ്കിലും മുൻപോട്ട് പോവാന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാവില്ല. അന്ന് ചേച്ചി ഇവിടെ പെല്ലറ്റ് പിന്നെ പൊടിത്തവിട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുത്തത്. ഇന്ന് ഈ ഒരു റൂമിലെ TMR ആണ് കൊടുക്കുന്നത്, അല്ലെ? അതെ. അതാണ് നേരത്തെ പറഞ്ഞത്. സമയലാഭം ഉണ്ട്. സമയലാഭം എന്ന് വെച്ചാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതുങ്ങൾക്ക് മക്കരയ്ക്കാനും തിന്നു കഴിഞ്ഞാൽ മക്കരയ്ക്കാനൊക്കെ സൗകര്യമുണ്ട്. പിന്നെ വിശ്രമിക്കാൻ സമയമുണ്ട്. പുല്ല് കൊടുത്താലും വയറിളകും. ഇപ്പൊ ഇത് കൊടുത്താൽ പിന്നെ വയറിളകണില്ല. അങ്ങനെ അതായത് ചേച്ചിക്ക് റെസ്റ്റ് ചെയ്യാൻ സമയമുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ എന്തോരം നേരം ഇരിക്കാം. ഇപ്പൊ എവിടെയെങ്കിലും പോണെങ്കിൽ പോവാം, കല്യാണത്തിന് പോവാം. ആ കറക്കണ സമയമാകുമ്പോഴത്തേന് നമ്മൾ എത്തും. പിന്നെ മിഷൻ വെച്ച് കറക്കാനുണ്ട്. നമ്മള് വേഗം നമ്മുടെ കറവ് തീരും. അന്ന് മിഷൻ വെച്ചല്ലായിരുന്നു കേട്ടോ, കൈക്കറവായിരുന്നു. ഇപ്പൊ മിഷൻ വെച്ച് കറന്നു പറഞ്ഞിട്ട് 1 വർഷമായി. ഞാൻ മറ്റേ വെളുപ്പിനെ വന്നായിരുന്നു കറക്കാൻ. ഇപ്പൊ 4 മണിക്ക് എനിക്ക് വന്നാൽ മതി. മറ്റേ 3 മണിക്ക് എനിക്ക് വരുമായിരുന്നു. പശുവിനെ ചാണകം മാരണം, കുളിപ്പിക്കണം, കറക്കണം. ഇതൊക്കെ കൂടെ നമ്മൾ നമ്മുടെ ശരീരം അങ്ങോട്ട് എത്തൂല. അതാകുമ്പോൾ ബുദ്ധിമുട്ട്, ടെൻഷനായിരുന്നു. അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ വാങ്ങിച്ച കറവ് മെഷീൻ ഫുൾ എമൗണ്ട് വാങ്ങിച്ചതാണ്. അത് എങ്ങനെയാണ് കാര്യങ്ങള്? അത് ഇപ്പൊ മേടിച്ച കറവ് മെഷീൻ ഫുള്ളായിട്ട് 15,000 രൂപ കൊടുത്ത് വാങ്ങിച്ച. കോതങ്കലടുത്ത് കൊഴുപ്പള്ളിയില് ഒരു കടയുണ്ട്, മിൽമയോട് ചേർന്ന്, സ്കൂളിനോട് ചേർന്ന്. ആ കടയിൽ നിന്ന് വാങ്ങിച്ച. എത്ര പശുക്കളെ കറക്കാന്ന്? ഇപ്പൊ അതിന് ഞാൻ 6-7 പശുവിനെ വരെ ഞാൻ മിഷൻ വെച്ച് കറക്കും. എന്തായാലും നമുക്ക് ആ മെഷീൻ കാണാം. ഇതാണ് കറവ് മെഷീന്റെ സംഭവം. ഇത് ചെറിയ മോട്ടറാണ്. പിന്നെ ഇതാണ് വെയിറ്റ് കുറവല്ല. ഇത് ചെറിയ മോട്ടറാട്ടോ. ചെറിയ ഫാമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇതുള്ളത്. എന്നാലും വലിയ മെഷീനേക്കാളും നല്ലതാ. ഇത് കഴുകാനൊക്കെ എളുപ്പമുണ്ട്. വളരെ നല്ല സാധനമാണ്. കൈക്കറവ് ഉപയോഗിച്ചുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലേ? അതെ. എങ്ങനെയാ ചേച്ചിക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായത്? മനസ്സിലായതെന്ന് വെച്ചാല് ഈ പശുവിനെ ഒരു പശുവിന്റെ അകിട് കഴിച്ച് ഈ മെഷീൻ ഓണാക്കി അങ്ങ് പിടിപ്പിക്കും. എന്നിട്ട് അതിന്റെ പാല് വീഴുമ്പോൾ തന്നെ അടുത്ത ചാണം മാതിരി അടുത്തതിന്റെ അകിട് കഴുകും. പിന്നെ അതിന് പ്രേട്ട് പിടിപ്പിക്കും. അപ്പൊ അതിനോട് ഇച്ചിരി കറക്കാനുണ്ടാവും. ആ കപ്പും കൊണ്ട് കൈ കൊണ്ട് 4 വലിയ വലിച്ചു അത് കറക്കും. അങ്ങനെ എല്ലാത്തിനും ഒരൊറ്റ അടിക്ക് ഞാൻ 5 എണ്ണത്തിനും കറക്കും. അത് അരമണിക്കൂറൊക്കെ താഴാൻ മതി. അത് പിന്നെ വേറെ കാര്യമുണ്ട്. നമ്മൾ ഈ പാല് കറക്കണത് പശുവിന്റെ പാലിന്റെ അളവ് പോലെ. കുറച്ച് പാലുള്ളെങ്കിൽ സമയം ഒരുപാട് എടുക്കില്ല. അധികമാണെങ്കിൽ അധികം പാലുണ്ടെങ്കിൽ സമയം അധികം. ഈ 4 കാമ്പിൽ നിന്നും വന്നു വിടും. നമ്മൾ അതിന്റെ ചോട്ടിൽ ഇരിക്കണ്ട. ഇതൊക്കെ എല്ലാം നല്ല നിശ്ചയ. ഈ മിഷത്തിൽ കറങ്ങുന്നത് നമ്മൾ കൈ കൊണ്ട് കറക്കുമ്പോൾ അവർക്കൊരു കിക്കിളി പോലെ വന്നു. ഒറ്റയടിക്ക് മിഷനിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ആദ്യം മിഷൻ വെച്ചപ്പോൾ കാല് പൊക്കലും തട്ടലും മുട്ടിലൊക്കെ കറങ്ങും. അപ്പൊ ഞാൻ അങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുവായിരുന്നു. പിടിച്ചു വെച്ചോണ്ടിരുന്ന ഒരു 3-4 ദിവസം കൊണ്ട് പരിചയമാവും. എന്നുവെച്ചാൽ ഇപ്പുറത്തന്നെ അങ്ങനെയാണല്ലോ കാണിക്കുന്നത്, ഇപ്പുറകൾ കാണും.
ഓക്കെ. അന്നേരം അങ്ങനെ അതുങ്ങൾക്ക് പരിചയമായി. ഞാൻ ഇപ്പോൾ കന്നിയായിട്ട് ആദ്യമായിട്ട് പ്രസവിക്കുന്ന പശുക്കൾക്കും ഈ മിഷൻ വെക്കുമ്പോൾ 3-4 ദിവസത്തേക്ക് തട്ടായിരിക്കും. പിന്നെ എന്നെയും ഭയങ്കര അണക്കാലോ അതുങ്ങൾക്ക്. എന്നെ മാത്രമല്ലേ ഇതുങ്ങൾ കാണുള്ളൂ. അതുകൊണ്ട് ഈ മിഷൻ പിടിപ്പിച്ച് അങ്ങനെ 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 കറന്നു. ചേച്ചി ഇവിടെ ഒരു പ്രഷർ വാഷ് തൂക്കിയിട്ടുണ്ട്, അത് എന്തായിരുന്നു? അതിപ്പോ അതിന്റെ ഇപ്പം ആവശ്യമില്ല. മറ്റേ എപ്പോഴും ചാണാനുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ കാണുമ്പോൾ എപ്പോഴും അടിച്ചാൻ കഴുകിക്കൊണ്ടിരുന്ന ചാണാൻ ഇങ്ങനെ തെറിച്ചിങ്ങനെ കിടക്കുമ്പോ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ പണ്ട് അവിടെ വന്നിട്ട് ചാണാൻ എപ്പോഴും കഴിക്കാതെ ചേച്ചി എപ്പോഴും ഈ വെള്ളത്തിലായിരുന്നു അല്ലേ? ഇപ്പൊ എന്താ അതിന്റെ കാരണം? എന്റെ മേത്തോടെ ഒന്നും ചാണാനില്ല. മറ്റേ മുഴുവൻ ചാണാൻ തെറിക്കലായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും തുണിയൊക്കെ ചാണാൻ തെറിച്ചിരിക്കും. അതെ, ഇപ്പൊ നമ്മള് കാണൂല. ചെല്ലുമ്പോഴേ ചേച്ചിയുടെ മേത്ത് ചാണാതിരിക്കാന്ന് പറയും. എന്നുവെച്ചാൽ തെറിക്കണ അറിയില്ല. എവിടെ ഇരുന്നാലും അവിടെ ചാണകം ഉണ്ടാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് തെറിക്കായിരുന്നു. ഇത് ഷീറ്റ് നോക്കിയാൽ തന്നെ അറിയാം, ഡ്രൈ ആയിട്ട് കിടക്കുവാണ്. ഉണങ്ങിയ രീതിയിലാണ് ചാണകം എന്തായാലും ഊരുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് രീതിയിലാണ് കിടക്കുന്നത്. ഞാൻ എന്നാന്ന് വെച്ചാല് ഞാനിത് മനഃപൂർവ്വം കൊടുത്താന്ന് വെച്ചാൽ പാല് ഇച്ചിരി കുറഞ്ഞാലും വേണ്ടില്ല, നല്ല ഫുഡ് നല്ല ഭക്ഷണം കൊടുക്കാലോ. TMR നോക്കിപ്പോ അതിനകത്ത് വേറെ കെമിക്കലൊന്നും കാണില്ല. അപ്പൊ അങ്ങനെയാണ് അതിലേക്ക് ഞാൻ തിരിഞ്ഞത്. മറ്റേ വേറെ ഒന്നും കൊടുക്കാതെ ഇതിലേക്ക് തന്നെ തിരിഞ്ഞപ്പോ എനിക്കിത് ഭയങ്കര തൃപ്തിയായിപ്പോയി. അന്ന് 7 കറക്കുന്നുണ്ടായിരുന്നു, ഇന്ന് 6 ഉണ്ട്. അപ്പൊ ഇന്നാണ് പാലുൽപാദനം കൂടുതൽ. ഇന്നാ പാല് കൂടുതൽ. ഇപ്പൊ പാലും ഉണ്ട്, കൊഴുപ്പുണ്ട്. അന്ന് പാലിന് വിലയില്ലായിരുന്നു. വീടുകളിൽ കൊണ്ട് കൊടുത്താലും ആൾക്കാർക്ക് ഒരു ഇതല്ലായിരുന്നു. ഇപ്പൊ വീടുകളിൽ കൊണ്ട് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പാല് ഉറയൊഴിച്ച് നെയ്യ് ഇന്നലെ ഒരു കുപ്പി കൊണ്ട് കൊടുത്തുള്ളൂ. തൈര് കൊടുക്കണ്ട്, നെയ്യ് കൊടുക്കണ്ട്, പിന്നെ പാല് കൊടുക്കണ്ട്. അന്നെന്ന് പറയുമ്പോ എന്താ പറയാ, പാല് മാത്രമേ മറ്റിപ്പോ ഉറയൊഴിക്കാനും ഒക്കെ സമയമുണ്ട് നമുക്ക്. ആൾക്കാർ ചോദിക്കും പാല് ഉറയൊഴിക്കാനും പാക്കറ്റിലാക്കാനും തൈര് പാക്കറ്റിലാക്കാനും നെയ്യ് ഉരുക്കി കുപ്പിയിലാക്കാനൊക്കെ നമുക്ക് സമയമുണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി വരുമാനം ആവുമല്ലേ. അതെ, അന്ന് ടൈം ഉണ്ടായിരുന്നില്ല, ഇന്ന് ടൈം. അതെ, ഭക്ഷണം കഴിക്കാൻ പറ്റിയ സമയമില്ലായിരുന്നു. ഇപ്പൊ കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കും. അന്ന് അകിടുവീക്കം ഉണ്ടായിരുന്നു, ഒരുപാട് മരുന്ന് ഞങ്ങളോട് പറഞ്ഞു. അകിടുവീക്കം ഉണ്ടായിരുന്നു. ശരിക്കും ഒരു ദിവസം നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിൽ അകിടുവീക്കം വരുമായിരുന്നു. ഇപ്പൊ ആ അകിടുവീക്കം ഒന്നും ഒരു വിഷയമല്ല, അങ്ങനെ ഇല്ല. തീറ്റയിൽ മാറ്റം വരുത്തിയ പിന്നെയാണ് ഈ ഒരു പശു വളർത്തൽ നല്ലൊരു ലാഭം ഉണ്ടായെന്നാണ് ചേച്ചി പറയുന്നത്. ചേച്ചി എങ്ങനെയാണ് ഈ പശു വളർത്തലിലൂടെ ലാഭം ഉണ്ടാക്കുന്നത്? ഞാൻ പശുവിനെ തന്നെ പുല്ലൊക്കെ മുറിച്ചുകൊണ്ട് നോക്കി വളർത്തി കറന്ന് പാല് വീടുകളിൽ കൊടുക്കും, സൊസൈറ്റി കൊണ്ടുപോകും. പിന്നെ വൈകുന്നേരം പാല് തിളപ്പിച്ച് ഒരു 2 ലിറ്റർ 2.5 ലിറ്ററൊക്കെ ഞാൻ ഒഴിക്കും. ഒഴിച്ചിട്ട് 2-3 ദിവസം ഒഴിച്ച് കഴിയുമ്പോൾ അത് പാക്കറ്റിലാക്കും. തൈര് പിന്നെ നെയ്യ് ഉരുക്കി കുപ്പിയിലാക്കി അങ്ങനെ ആഴ്ചയിൽ ഒരു കുപ്പി നെയ്യ് കൊടുക്കും. അത് 1200 രൂപയാണ് ഒരു കുപ്പി നെയ്ക്ക്. ഞാൻ വില കുറഞ്ഞാ കൊടുക്കണത്. പിന്നെ തൈരായാലും ഞാൻ 1/2 ലിറ്റർ തൈര് ഒരു വീട്ടിൽ ഒരു കറി വെക്കാൻ പാകത്തിന് ഞാൻ പാക്കറ്റിലാണ് കൊടുക്കണേ. തൈര് ഇച്ചിരി കൂടുതലേ കൊടുക്കുള്ളൂ, കറക്റ്റായിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന പോലെയല്ല, ഇച്ചിരി കൂടുതൽ കൊടുക്കും. അപ്പം തൈര് കൊടുക്കും, നെയ്യ് കൊടുക്കും, പിന്നെ ചാണകം ഒരു ചാക്കിൽ 150 രൂപയ്ക്ക് ഞാൻ കൊടുക്കണേ. പിന്നെ ആട്ടുംകാട്ടം കൊടുക്കും. ആട്ടുംകാട്ടം 200 രൂപ ഒരു ചാക്കിന്. പിന്നെ ആട്ടുംപാല് 3 ആടിനെ കറക്കണ്ട്. ഇപ്പം 3 ലിറ്റർ പാല് ഞാൻ കൊടുക്കണ്ട്. 1 ലിറ്റർ പാലിന് 125 രൂപ. 3 ലിറ്റർ പാല് ഞാൻ കൊടുക്കണം. നല്ല കറവുള്ള ആടുകളാണ് എൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ വരുമാനം കിട്ടി എനിക്ക് ലാഭമായിട്ട് പോകണത്. അല്ല പശുവിൽ നിന്ന് മാത്രമല്ല, ആടും ഉണ്ടാവും. പിന്നെ കോഴിമുട്ട ഞാൻ 8 രൂപയ്ക്ക് കോഴിമുട്ട കൊടുക്കും. ആവശ്യക്കാർക്ക് 10-15 മുട്ട വീതം ഞാൻ കൊടുക്കും. 6 കോഴിയുണ്ട്. 6 കോഴി മുട്ട ഇടണം. അത് എപ്പോഴും എന്നും മുട്ട ഇടണ കോഴിയാണ്, എന്നും മുട്ടയിടും. തീറ്റ ഇഷ്ടംമാതിരി ഉണ്ടല്ലോ, തരാനും തിന്നാനും ഇഷ്ടംമാതിരി തീറ്റ ഉണ്ടല്ലോ. അപ്പം അതിന് തീറ്റ മുട്ടയും കൊടുക്കും, ആട്ടുംപാൽ കൊടുക്കും, പശുമ്പാൽ കൊടുക്കും, തൈര് കൊടുക്കും, നെയ്യ് കൊടുക്കും, ആട്ടുംകാട്ടം കൊടുക്കും, ചാണകം കൊടുക്കും. ഇത്രയൊക്കെ. പിന്നെ ആട്ടുമുട്ടന്മാരെ വിൽക്കും. ഒരു വർഷത്തിൽ 2-3 എണ്ണത്തിന് വീതം വിൽക്കും ഞാൻ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത് മുൻപോട്ട് പോണേ. അപ്പൊ എല്ലാത്തിൽ നിന്നും വരുമാനമുണ്ട്. എല്ലാത്തിനും നല്ല വരുമാനം. അത് ഈ ഒരാളാണ് ഇതിന്റെയൊക്കെ വരുമാനം എടുക്കുന്നത്. കൂട്ടില്ല, ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോടെ, ഇപ്പൊ ക്ഷീരകർഷകർ പറഞ്ഞു ഈ പശു വളർത്തുന്നതോടൊപ്പം തന്നെ പാല് വിൽപ്പനയോടൊപ്പം തന്നെ അവർക്ക് നെയ്യോ തൈരോ അങ്ങനെ ഉണ്ടാക്കാൻ സമയമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി എങ്ങനെയാണ് സമയം കണ്ടത്? ഞാനിപ്പോ ഈ TMR കൊടുത്ത പിന്നെ എനിക്ക് പാലിന് നെയ്യുണ്ട്. അപ്പൊ നമുക്ക് തിളപ്പിച്ച് വൈകുന്നേരം സന്ധ്യക്ക് തിളപ്പിച്ചിട്ട് 6 കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ നല്ല കനത്തിന് പാട കിട്ടും. ആ പാട മാറ്റി ഉറയൊഴിച്ചു, പാല് വേറെ ഉറയൊഴിച്ചു.
അപ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ പാട ഉരുക്കി കഴിഞ്ഞാൽ നെയ്യ് കിട്ടും, നല്ല നെയ്യ് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, 2-3 ലിറ്റർ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാട മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കുപ്പി നെയ്യ് കിട്ടും, നല്ല നെയ്യ് കിട്ടും, നല്ല നെയ്യാണ്. പിന്നെ അതിൻ്റെ തൈര് നല്ല കട്ട തൈരായിരിക്കും. അതായത് ചേച്ചിക്ക് കിട്ടുന്ന ചെറിയ സമയം കൊണ്ടാണ് ഈ ഒരു തൈര്. ഇപ്പം ആ തൈര് ഒഴിക്കാനും നെയ്യ് എടുക്കാനൊക്കെ സമയമുണ്ട്, ഇത് പാക്ക് ചെയ്യാനും സമയമുണ്ട്. അത് ചേച്ചി ചെയ്യുന്നത് കാരണം ഈ ഒരു തീറ്റയാണ് കേട്ടോ, TMR കൊടുക്കുന്നതുകൊണ്ടാണ്. 12 വർഷമായിട്ട് ഈ ഒരു പശു വളർത്തൽ 12 വർഷമായി. പശു ആടും തുടങ്ങിയിട്ട് വേറെ ഒരു ജോലിക്കും എനിക്ക് പോകാൻ താല്പര്യമില്ല. ഇതെനിക്ക് എൻ്റെ ഒരു ഭയങ്കര എനിക്കൊരു ഇഷ്ടമായി പശുവിൻ്റെ സ്വന്തം ജോലിയാണ് അല്ലേ. എല്ലാവരും പറയും നഷ്ട പശുവിടെ നഷ്ടമാണ്, അന്ന് ആരും ഒട്ട് നിർത്തണമില്ല. നഷ്ടമല്ലെങ്കിൽ നഷ്ടമല്ല, പിന്നെ അതൊരു പ്രത്യേക ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പത്തെ ചാണാൻ എത്ര രൂപയുടെ ചാണാന കിടക്കണമെന്ന് അറിയാമോ? ഓക്കെ. അപ്പൊ ചേച്ചി വരെ നോക്കിയും കണ്ടും ചെയ്താൽ നമുക്ക് അത്യാവശ്യം സാമ്പത്തിക പൈസ നമ്മൾ നോക്കി. പിന്നെ നമുക്ക് കടങ്ങൾ ഒരുപാട് വരുത്തി വെക്കാതെയൊക്കെ നമ്മൾ നോക്കുക. പിന്നെ കൊടുക്കണ പാല് കറക്റ്റായിട്ട് പൈസ അത് എൻ്റെ അക്കൗണ്ടിലേക്ക് വരും, എൻ്റെ കൈ തരല്ല, എൻ്റെ ഫോണിലേക്ക് ഇടുക, അക്കൗണ്ടിലേക്ക് പൈസ ഇടുക. പിന്നെ ATM ചെന്നും എടുത്താൽ മതി. അപ്പൊ ATM ചെന്ന് എടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ പൈസ നാളെ എടുക്കാം, ഇന്ന് ആവശ്യമുണ്ടെങ്കിൽ നാളെ എടുക്കാം. അപ്പൊ ആ ഒരു ദിവസത്തെ ഇത് കൂടെ നമ്മൾ അങ്ങോട്ട് വലിച്ചു നീട്ടി അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് പിന്നെ അതല്ല ATM കാശ് എടുക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. മറ്റേ ഒരു വീട്ടിൽ നിന്ന് 1000 രൂപ വന്നു, അത് ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് ചിലവാകും, 1 മണിക്കൂറിനുള്ളിൽ ആ ചിലവാകും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് 1000 രൂപ കിട്ടും, അതും ചിലവാകും. അപ്പൊ നമുക്ക് കയ്യിലുണ്ടാവില്ല. അപ്പൊ ATM എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഈ TMRന്റെ പൈസ ആണെങ്കിലും ഈ TMR മാത്രമല്ലേ എടുക്കുള്ളൂ, അത് അവരിവിടെ വരുമ്പോ ഞാൻ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. പൈസ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് എനിക്ക് തരുകയും ചെയ്യും. എന്നെ ഭയങ്കര വിശ്വാസം അവർക്ക്. ചേച്ചി 12 വർഷം മുമ്പ് മെക്കാട് പണിക്കാണ് പോയത്. പിന്നീട് ഈ പശു വളർത്തലിലേക്ക് വന്നപ്പോൾ ചേച്ചിക്ക് എന്താണ് ഗുണമായിട്ട് തോന്നിയത്? മെക്കാട് പണിക്ക് പോയ സമയത്ത് വീട്ടിൽ വരാൻ പറ്റില്ല, പിന്നെ എന്നും പണി ഉണ്ടാവില്ല. അവർ പറയുന്ന തൊഴിൽ നമ്മൾ ചെയ്യണം. ഒരു വലിയ കല്ലാണെങ്കിലും എടുത്ത്, വെട്ടുകല്ലാണെങ്കിലും എടുത്ത് തോളത്ത് വെച്ച് കൊണ്ട് കൊടുക്കും. കരിങ്കല്ല് അടിച്ചു പൊട്ടിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ മേശന്മാരോട് പണത് ഇപ്പൊ തൊഴുത്തൊക്കെ തന്നെ പണിയാൻ പിടിച്ചു. പിന്നെ ഈ പശുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോ സമയത്ത് വീട്ടിൽ വരാൻ പറ്റില്ല. ഇതൊന്നും നമുക്ക് സമയമുണ്ട്. സമയമുണ്ടെന്ന് പറഞ്ഞാൽ ഇതുങ്ങളുടെ സമയം ആദ്യം മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തു പോയാൽ സമയം ഉണ്ടാവും നമുക്ക്. ആദ്യം കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ പണി ഇല്ലെങ്കിൽ പണിയില്ലല്ലോ ഭയങ്കര ടെൻഷനാ. ഇതെന്ന് പറഞ്ഞാൽ എന്നും പണിയാ, എന്നും വരുമാനം, എന്നും പണിയാ, എന്നും വരുമാനം. ഒരു ഇതാണ് എന്ന് വെച്ചാൽ ഇത്രയും എണ്ണങ്ങൾ നമ്മുടെ കീഴിലുണ്ടല്ലോ, ഇത്രയത്തിന്റെ ഒരു ഉടമയാണല്ലോ, ഒരു സംരംഭക അല്ലെ, ഇതിന്റെയൊക്കെ ഒരു ഉടമയാണല്ലോ. പിന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വീഴുണ്ടല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. അതായത് സ്വന്തം ജോലി എന്നാണ് ചേച്ചി ഉദ്ദേശിച്ചത് അല്ലേ? അന്നത്തെ ജോലിയിൽ നിന്നും ഈ ഒരു പശു വളർത്തലിലേക്ക് വന്നപ്പോൾ ചേച്ചിക്ക് അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട്. പൈസ കൂടുതൽ കിട്ടുന്നുണ്ട്. പല രീതിയിൽ നമുക്ക് വരുമാനമല്ലേ, പല രീതിയിലും വരുമാനം ആകുമ്പോൾ പൈസ കൂടുതൽ കിട്ടുന്നുണ്ട്. അന്ന് നമുക്ക് കിട്ടുമ്പോ അതുകൊണ്ട് കടയിൽ പോകണം, അരി മേടിക്കണം, സർവ്വ സാധനം മേടിക്കണം. ഇത് പാല് മേടിക്കണ്ട, കറി വെക്കാൻ തൈര് മേടിക്കും, പാല് ഇത് മേടിക്കും, ഇതും മേടിക്കണ്ട. പിന്നെ പച്ചക്കറിയെല്ലാം നമുക്ക് നടാം. പിന്നെ അങ്ങനെ ഒരുപാട്, പിന്നെ പാല് കൊണ്ട് കൊടുക്കണ വീടുകളിൽ നിന്ന് എന്തെല്ലാം സഹായം അറിയാമോ? ഒരുപാട് പച്ചക്കറി, പയറ്, അവിടെ ഉണ്ടാവുന്ന പച്ചക്കറിയൊക്കെ നമുക്ക് തരും. പിന്നെ അങ്ങനെ ഒരുപാട് സഹായമുണ്ട്. പാല് കൊടുക്കുന്ന വീടുകളില്ല, ഓണം വിഷു ഒക്കെ വന്നാലും ഒരു പൈസയൊക്കെ തന്ന് സഹായിക്കും. അതൊക്കെ ഒരു ഗുണമല്ലേ. മറ്റേ അല്ലാത്ത പണിക്ക് പോയാൽ ആ പണിക്ക് ചെല്ലുമ്പോഴുള്ള സ്നേഹവും സാധാരണ മാത്രമേ ഉള്ളൂ. ഇത് കറക്റ്റായിട്ട് പോണല്ലോ. അപ്പൊ ഞാൻ 11 കൊല്ലമായിട്ട് കൊടുക്കുന്ന പാല് ഇന്നും ആ വീടുകളിൽ കൂടെ കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോ ഈ 1-ാം തീയതി മുതൽ ഒരു 4 ലിറ്റർ പാലും കൂടെ കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചു. പണിയും ബുദ്ധി ഭാര, വെയില്, പിന്നെ മഴ വന്നാലും നനയണം, വെയില്. പിന്നെ ആ സമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ, അന്ന് വണ്ടിയൊന്നും ഇല്ലല്ലോ, വണ്ടി ഓടിച്ചോണ്ടല്ലോ, നടന്ന് കിലോമീറ്ററുകൾ നടന്നു പോകണം, ബസ്സേ കയറി പോകണം. ആ സമയത്ത് അവിടെ കൊച്ചുങ്ങളെ കാര്യങ്ങളും നോക്കി വെച്ച സമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ അവർ വഴുക്കുറയും നമ്മളെ, എന്താ ഇപ്പോഴാണ് അവന്. പിന്നെ തിരിച്ചു വന്നത് 6 മണി കഴിഞ്ഞാലാണ് പണിസ്ഥലത്ത് നിന്ന് കയറ്റി വിടുക. അപ്പൊ അതൊന്നും ഒരു വിഷയമല്ല. ചേച്ചി എവിടെ പാലടക്കുന്നത്? ഞാൻ തൃക്കളത്തൂര് ക്ഷീരോത്പാദക സഹകരണ സംഘത്തില് പാലളക്കണത്. അവിടുത്തെ വൈസ് പ്രസിഡന്റും കൂടിയാ ഞാൻ. കഴിഞ്ഞ തവണ അല്ലായിരുന്നല്ലോ? അതെ, എല്ലാം ഇപ്പൊ അവിടെ തന്നെ ഞാൻ പാലളക്കുന്നത്. ഇതാണ് പാലിന് വിലയുണ്ട്, നല്ല വിലയുണ്ട് പാലിന്. എനിക്ക് നല്ല കുറവായിരുന്നു, പക്ഷെ ഇന്ന് 47 അതിൻ്റെ അകത്ത് വന്നേക്കണത്. ഡീറ്റെയിൽ ഫുള്ള് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു ബൈക്കിലാണ് ചേച്ചി പാലൊക്കെ കൊണ്ട് കൊടുക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, എങ്ങനെയുണ്ട് അവരുടെ സഹകരണം, മിൽമയുടെ സഹകരണം? നല്ല ഇതാണ്. പിന്നെ മൃഗാശുപത്രിയിൽ നിന്നൊക്കെ നല്ല ഡോക്ടർ നല്ല മരുന്നൊക്കെ തരും.
ടോണിക്ക് മരുന്ന് സാമ്പിൾ മരുന്നൊക്കെ സാറ് തരും. ഞാൻ ഒറ്റയ്ക്ക് നടത്തണതുകൊണ്ട് എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമാണ്, ബഹുമാനമാണ്. എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ്. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കഴിഞ്ഞ 1.5 വർഷത്തിന് ശേഷം വിജയമ്മ ചേച്ചിയുടെ ഫാമിൽ കാലാനുസൃതമായി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്നാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്ന അതുവരെ നമസ്കാരം.